പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു മാന്യത വേണ്ടേ? ഒരു വലിയ സമൂഹം വിശ്വസിക്കുന്ന ദൈവത്തെയാണ് തങ്ങൾ പരിഹസിക്കുന്നത് എന്ന് ഓർമ്മ പോലും ഇല്ലാതെ വളരെ മോശമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. അതിന് വല്ല തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിന് വല്ല തെളിവും വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഖുർആനിൽ 57-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനിലെ 27-ാമത്തെ ആയത്തിൽ പരലോകത്തെ അവസ്ഥ പറയുമ്പോൾ, അന്ത്യനാളിൻ്റെ അവസ്ഥ പറയുമ്പോൾ, വയബ്ഖാ വജ്ഹു റബ്ബിക് ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വപൂർണനായ നിൻ്റെ രക്ഷിതാവിൻ്റെ മുഖം അന്ന് അവശേഷിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണം, ആ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അദ്ദേഹം പറയണം, അള്ളാൻ്റെ കൈ പോയി, കാലും പോയി, എല്ലാം പോയിട്ടൊരു മുഖം മാത്രം അവശേഷിക്കുന്നു. അള്ളാഹ് ആൾക്കാരുടെ മുന്നിൽ പരിഹസിക്കുക, എന്നിട്ട് ആൾക്കാരത് കേട്ടിച്ചിരിക്കുക. ഇതേപോലെ നമുക്ക് പറയാൻ കഴിയില്ലേ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ വെറുതെ വാക്കുകൊണ്ട് പറയല്ല, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യഹോവയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രായം അനുവദിക്കാത്തത് കൊണ്ട് ചിലത് എനിക്ക് വായിക്കാൻ പറ്റില്ല. അത്രമാത്രം എസെക്കിയേലിൻ്റെ പുസ്തകത്തിലില്ലേ? മിഷനറിമാർ നിഷേധിക്കട്ടെ, ഇതിനൊക്കെയാണ് ധാർമ്മികത എന്ന് നിങ്ങൾ വിളിക്കുന്നത്? ഞങ്ങൾക്ക് എന്തായാലും ഇതിനൊന്നും ധാർമ്മികത എന്ന് കാണാൻ പറ്റൂല. ഇതാണ് ധാർമ്മികത? ഈ വിഷയത്തിൽ എന്താണ് മറുപടി ഇസ്ലാമിൻ്റെ? വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വയബ്ഖാ വജ്ഹു റബ്ബിക് ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വപൂർണനായ നിൻ്റെ രക്ഷിതാവിൻ്റെ മുഖം അന്ന് അവശേഷിക്കുന്നതാണ്. ഇവിടെ പ്രസംഗിച്ച ആൾക്കാരുടെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല. ഒന്ന് പഠിച്ചൂടെ? മുസ്ലിം പണ്ഡിതന്മാർ എന്തതിനെക്കുറിച്ച് പറഞ്ഞു, എന്നിട്ടല്ലേ ഇവിടെ പറയേണ്ടത് മറുപടി. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? മുസ്ലിം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അവിടെ വജ്ഹ് എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹു തന്നെയാണ്. ഇബ്നു കസീറിനെ പോലെ, ഇബ്നു കത്തീറല്ല, ഇവിടെ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ മൂപ്പരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഇബ്നു കത്തീർ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കത്തീർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കത്തീറല്ല, അറബി കോളേജ് വിദ്യാർത്ഥിയാണ്, എനിക്ക് പറയാലോ. ഇബ്നു കസീറാണ്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹു തന്നെയാണ് അവിടെ ഉദ്ദേശം. ഇനി മാത്രമല്ല, ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്? വജ്ഹ് എന്ന്, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പ്രയോഗിച്ച ആയത്തുകൾ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിൻ്റെ 9-ാമത്തെ ആയത്തിൽ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ആളുകളോട്, ആ ആളുകൾ അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അവർ പറയണം, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ലാതെയല്ല. ഇവർ പറഞ്ഞ പ്രകാരം അള്ളാഹിൻ്റെ മുഖം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയാണോ ഖുർആൻ പറഞ്ഞത്? അവിടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഖുർആൻ പിന്നെന്താ പറയുന്നത്? ലാ നുരീദു മിൻകും ജസാഅ, നിങ്ങളുടെ അടുക്കൽ നിന്നൊരു പ്രതിഫലവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, വലാ ശുകൂറ, ഒരു നന്ദിയും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. നീ ആയത്തും കൂടി ഉദ്ധരിച്ചുകൂടായിരുന്നു, ദബിന് അത് മാത്രമായിട്ട് വിട്ട്. അപ്പം അവിടെ നമുക്കുള്ളത് കിട്ടൂലല്ലോ അല്ലേ? ചേട്ടന്മാർക്ക് പറയാനുള്ള സാധനം അതിലില്ല. അപ്പം വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് വായിക്കാൻ തയ്യാറല്ല എന്നതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം അടുത്തതായിട്ട് വലിയൊരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞ കാര്യം, ബൈബിളിൽ ദൈവത്തിൻ്റെ നാമം യഹോവ എന്നാണെന്ന് പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ എന്താണ് ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. വല്ലാത്ത തെറ്റിദ്ധരിപ്പിക്കലാണ് അവിടെ. എന്നാൽ ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹോവ എന്ന പദം അതൊരു ഫാബ്രിക്കേറ്റഡ് പദമാണ്. അത് ഞാൻ തെളിയിക്കാട്ടോ, ഞാൻ വെറുതെ പറയല്ലേ, ഇവിടെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ അതിനെ വ്യാഖ്യാനിക്കട്ടെ. ദൈവത്തിൻ്റെ നാമമായി അറബിക് ബൈബിളിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്താണ്? യഹോവ എന്നാണ്. ആണോ? അങ്ങനെ ആർക്കാണ് വാദമുള്ളത്? ഇത് അറബികൾ ഉപയോഗിക്കുന്ന, അറബിക് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിളാണ്.
ഈ ബൈബിളിൽ വളരെ കൃത്യമായി തന്നെ ആ കാര്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിൽ ദൈവത്തിന് പ്രയോഗിച്ചിട്ടുള്ള പദം മുഴുവൻ അല്ലാഹു എന്നാണ്. പലപ്പോഴും ക്രൈസ്തവ മിഷനറിമാർ തങ്ങളുടെ പ്രബോധനത്തിന് ഉപയോഗിക്കുന്ന വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാമത്തെ വചനം, 1-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനങ്ങൾ. ആ വചനത്തിനെ കുറിച്ച് ഇതാ ഇവിടെ അറബിക് ബൈബിൾ തന്നെ പറയുന്നത് എന്താണ്? അറബിക് ബൈബിളാണ്, പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കാം. ഫിൽ ബദഇ കാനൽ കലിമ, ആദിയിൽ വചനമുണ്ടായിരുന്നു. വൽ കലിമതു കാന ഇൻദല്ലാഹ്, ഇവിടെ എന്താ പ്രയോഗിച്ചേ? വചനം ദൈവത്തോടൊപ്പമായിരുന്നു. ബൈബിളിലെത്തിയപ്പോഴോ വൽ കലിമതു കാന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒപ്പമായിരുന്നു. ഇത് ക്രൈസ്തവർ ഉപയോഗിക്കുന്ന ബൈബിളാണ്. ഇതിലാണ് കൃത്യമായിട്ട് പറഞ്ഞത് വകാനൽ കലിമത്തുല്ലാഹ്, വചനം അല്ലാഹു ആയിരുന്നു. അറബിക് ബൈബിളാണ്, ഞാൻ പറയുന്ന വാക്കല്ല. ഹാദാ ഖാന ഫിൽ ബദഇ ഇൻദല്ലാഹ്, തുടക്കത്തിൽ ആരംഭത്തിൽ ഇത് അല്ലാഹുവിനോടൊപ്പമായിരുന്നു. ഇത് ബൈബിളാണ് പ്രയോഗിച്ചേ. ദൈവത്തെ കുറിച്ചിട്ട് എന്താ പറഞ്ഞേ? അല്ലാന്ന്. അവിടെ വിളിക്കുന്നവരൊക്കെ തെറ്റാ വിളിക്കുന്നേ. ക്രൈസ്തവരോട് അല്ലാന്ന് പറഞ്ഞിട്ടല്ലേ പ്രാർത്ഥിക്കുന്നേ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, പോയിക്കൂടെ? പരിശോധിച്ചിട്ട് പറയേണ്ട ഈ കാര്യങ്ങളൊക്കെ. യഹോവ എന്ന് ഈ ബൈബിളിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. ഈ ബൈബിളിൽ യഹോവ എന്ന പ്രയോഗമുണ്ടോ? അപ്പം പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് പറയുകയാണ് യഹോവ എന്നാണ് ദൈവത്തിൻ്റെ നാമമെന്ന് വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിലായി ഉണ്ട്. ഇതിലെന്തേ എത്തിയപ്പം ട്രാൻസ്ലേഷനിൽ മാറിപ്പോയി. ഇവിടെ അള്ളാഹു എന്നാണല്ലോ പ്രയോഗിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന പദം അതൊരിക്കലും ഏതെങ്കിലും നിലക്ക് പ്രയോഗിക്കുന്നതല്ല. ഒരു ഗോത്ര ദൈവത്തിൻ്റെ പേരോ മറ്റോ അല്ല. അറബിക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അറബി ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് അള്ളാഹു എന്ന് വിളിക്കുന്നത് ഗോത്ര ദൈവത്തിനെയാണോ? അതിനെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവട്ടെ. ഇനി മാത്രവുമല്ല, എന്തുകൊണ്ട് അറബിക് ബൈബിളിൽ യഹോവ എന്ന പദം, എന്താണ് ഇപ്പോൾ യഹോവ എന്നുള്ള പദവുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം? യഥാർത്ഥത്തിൽ യഹോവ എന്ന പദം ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ പറയുകയല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മേൽ കെട്ടിവെക്കണം. ഇതിന് മറുപടി നമ്മുടെ അലക്സമ്മാവൻ പറയും. ക്രിസ്ത്യാനികൾ പുറത്തിറക്കിയ പുസ്തകം ഉണ്ട്, മതബോധന വകുപ്പ് വരാപ്പുഴ അതിരൂപത പുറത്തിറക്കിയ, എറണാകുളത്തുള്ള ആദിശ്യർ ഭവൻ ബാനർജി റോഡ് എറണാകുളം ഒരു പുറത്തിറക്കിയ അലക്സമ്മാവൻ എന്ന പുസ്തകം. എൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഇത് സമ്മാനമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ പുസ്തകമാണ്. അപ്പം ഈ പുസ്തകത്തിൽ യഹോവ എന്ന പദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദോനായിയുടെ സ്വരാക്ഷരങ്ങളും യാഹ്വേയുടെ വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ചില പഴയ പണ്ഡിതന്മാർ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് യഹോവ എന്ന നാമത്തെക്കുറിച്ചിട്ട്. ശരിക്കും പറയാണ്, പഴയ പണ്ഡിതന്മാർ യഹോവ എന്ന വികൃത പദം സൃഷ്ടിച്ചു. ഇത് കാത്തോലിക്കരാണ് ഇത് എഴുതിയത്. ഇവിടെ വന്ന ആൾക്കാരിൽ കാത്തോലിക്കരില്ലേ, അവരെഴുതിയതാണ്. യഹോവ എന്ന വികൃത പദം സൃഷ്ടിച്ചു. അത്രക്കും വികൃതമാണ്. എന്നിട്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞത്. എന്നിട്ട് അവർ തുടരാണ്. പ്രസ്തുത മണ്ടത്തരം മനസ്സിലാക്കിയ ഉടനെ ബൈബിൾ പഠിതാക്കളെല്ലാം യഹോവ എന്ന പദം തള്ളിക്കളഞ്ഞു. അപ്പോൾ ബൈബിൾ പഠിച്ച ആൾക്കാരൊക്കെ ഈ പദം തള്ളിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് അലക്സ് അമ്മാവൻ ജയിലിലായ വൈദികൻ എന്ന പുസ്തകത്തിലെ 555 പേജിലുള്ള കാര്യമാണ്. അപ്പോൾ യഹോവ എന്ന പദം യഥാർത്ഥത്തിൽ കൃത്യമായി ഫാബ്രിക്കേറ്റഡ് ആണ്. ഹീബ്രു ഭാഷയിലെ യോദ് ഹേ വാവ് ഹേ എന്നീ വ്യഞ്ജനാക്ഷരങ്ങൾക്കിടയിൽ അദോനായി എന്ന ദേവൻ്റെ പേരിൽ നിന്നുള്ള വവ്വൽസ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. അത് അടർത്തിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റിയതാണ്. അല്ലാതെ യാഹ്വേ എന്നുള്ള പദത്തിനിടയിൽ യഹോവ എന്ന് വായിക്കാൻ ഒരു വകുപ്പുമില്ല.
അതിൻ്റെ ഇടയിൽ വവൽസ് ഇല്ല.